بسم الله الرحمن الرحيم والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കണമെന്ന് ഉണർത്തുകയും എല്ലാവരെയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ അഭിമാന സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഖുതുബയായി ശ്രവിച്ചത്. ഇസ്ലാം സംരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും ആജ്ഞാപിച്ച മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ടതാണ് അവരുടെ സ്വത്തുക്കളും അഭിമാനങ്ങളും. ആദർശം, അഭിമാനം, സ്വത്ത്, ബുദ്ധി തുടങ്ങി മനുഷ്യരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ഇവ സംരക്ഷിക്കൽ കടമയാണ്, ബാധ്യതയാണ്. ദീനുൽ ഇസ്ലാം ഇവകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി വിധി വിലക്കുകൾ അവതരിപ്പിച്ചു. സ്വത്ത് സംരക്ഷിക്കപ്പെടണം, സംശുദ്ധമായി സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്വത്ത് കൈയാളണം,
എങ്ങനെ സ്വത്ത് നേടിയെടുക്കണം, എങ്ങനെ സ്വത്ത് വിനിയോഗിക്കണം, സ്വത്ത് വിനിയോഗിക്കപ്പെടുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തെല്ലാം, ഇതിലൊക്കെ ദീനിൽ പല വിധങ്ങളിലുള്ള പലതരത്തിലുള്ള വിധി വിലക്കുകൾ കാണുവാൻ സാധിക്കും. പ്രസ്തുത വിധി വിലക്കുകൾ മാനിക്കുമ്പോൾ സ്വത്ത് സംശുദ്ധമാകുന്നു, സ്വത്ത് സുരക്ഷിതമാകുന്നു. അതൊരു വിശാലമായ ഭാഗം വേറെയാണ്. ഇന്ന് ഖതീബ് അഭിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെ ഉണർത്തിയത്. കൂടുതൽ അഭിമാനങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അഭിമാനങ്ങൾ അത് പാവനമായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ശുഹദാക്കൾ, രക്തസാക്ഷികൾ പലരാണ്. അതിലൊരു വിഭാഗത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് വമൻ ഖുതില ദൂന ഇർദിഹി ഫഹുവ ഷഹീദ്. ഒരാൾ തൻ്റെ അഭിമാനം കാക്കുന്ന മാർഗേണ മറ്റൊരാളോട് പോരാടി മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില റിവായത്തുകളിൽ മൻ ഖുതില ദൂന അഹ്ലിഹി എന്നാണ്. തൻ്റെ കുടുംബം, അവരെ ഇതരരുടെ ഹീന ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചു, ആ മാർഗേണ അയാൾ വധിക്കപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ തൻ്റെ അഭിമാനങ്ങൾ, തൻ്റെ കീഴ്ഘടകങ്ങളായിട്ടുള്ള സ്ത്രീജനങ്ങൾ, അവരുടെ അഭിമാനങ്ങൾ തൻ്റെ അഭിമാനങ്ങളാണ്. അത് സംരക്ഷിക്കുന്ന മാർഗേണ ഒരു രക്ഷാധികാരി പോരടിച്ച് അതിൽ മരണപ്പെടുകയാണ് എങ്കിൽ അവൻ ഷഹീദ് എന്ന് പറയുമ്പോൾ അഭിമാന സംരക്ഷണത്തിൻ്റെ മഹത്വവും അതിനുള്ള പ്രാധാന്യവുമാണ് ഇതറിയിക്കുന്നത്. ഇസ്ലാമിലെ വിധിവിലക്കുകൾ നോക്കൂ നിങ്ങൾ. വ്യഭിചാരാരോപണം എത്ര കടുത്ത പാപമാണ് ഇസ്ലാമിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരുത്തിയെ വ്യഭിചാര ആരോപണം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിധിവിലക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തു ബി അർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, പതിവ്രതകളായ പരിശുദ്ധകളായ സ്ത്രീകളെ വ്യഭിചാര കുറ്റം ആരോപിക്കുന്നവർ, വ്യഭിചാരാരോപണം അവർക്ക് നേരെ ഉന്നയിക്കുന്നവർ. സുമ്മ ലം യഅ്തു ബി അർബഅതി ശുഹദാ, എന്നിട്ട് 4 സാക്ഷികളെ തൻ്റെ ആരോപണത്തിന് അനുകൂലമായി കൊണ്ടുവരാത്തവർ. ഫജ്ലിദൂഹും 80 ജൽദ, അവരെ നിങ്ങൾ 80 അടി അടിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഒരാൾ വ്യഭിചാരാരോപണം നടത്തി, അയാൾക്കതിന് സാക്ഷികളില്ല. എത്ര സാക്ഷികൾ? 4 സാക്ഷികൾ, കൃത്യമായ 4 സാക്ഷികൾ. 4 പേരും കൃത്യമായി മൊഴി നൽകണം. ഒരാളുടെയും സാക്ഷ്യം അത് തെറ്റാൻ പാടുള്ളതല്ല. അപ്പം ഇങ്ങനെ 4 സാക്ഷികളുടെ സാക്ഷ്യത്തോട് ഉണ്ടെങ്കിൽ ഒരാളെക്കുറിച്ച് ഈ കുറ്റാരോപണം പറയാൻ പാടുള്ളൂ. അതില്ല എങ്കിൽ തെറ്റ് നടന്നാൽ അത് പറയാൻ പാടില്ല, തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടുള്ളതല്ല. 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഈ ആരോപണം ഉന്നയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാണ് ഫജ്ലിദൂഹും 80 ജൽദ, 80 അടി അവർക്ക് ശിക്ഷയായിട്ട് കൊടുക്കണം. ആരോപിച്ചവന് 80 അടി. മാത്രമല്ല വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, പിന്നെ ഒരിക്കലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കാനും പാടുള്ളതല്ല. അവരുടെ സാക്ഷ്യം പിന്നീട് ഒരിക്കലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
പിന്നെ വൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു തമ്മാടികൾ. ആര്? ഈ ആരോപണം ഉന്നയിച്ചവർ അവരാണ് ഫാസിഖ്, തമ്മാടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര കടുത്ത വിധിവിലക്കുകളെ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചത്? അഭിമാനം സൂക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാരോപണം ഉന്നയിക്കാനും അതൊരാളെക്കുറിച്ച് പ്രസ്താവിക്കാനും എളുപ്പമുണ്ട്. പക്ഷേ അതിനാൽ തകർക്കപ്പെടുന്നതായ അഭിമാനങ്ങൾ അത് ദീനിൽ വളരെ വിലപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ പരിസരത്ത് ദുൽഹജ്ജ് മാസം 10 നിന്നിട്ട് കഅബയെ ചൂണ്ടിയിട്ട് പറയാണ്, ഈ കഅബ എത്ര പവിത്രമാണ്, ഈ നാൾ എത്ര പവിത്രമാണ്, ഈ നാളിനേക്കാളും ഈ കഅബയേക്കാളും അള്ളാഹുവിങ്കൽ പവിത്രമാണ് ഒരു മുസൽമാൻ്റെ അഭിമാനം എന്ന് പറയുമ്പോൾ ആ അഭിമാനം അത് മാനം കെടുത്തുക എന്നുള്ളത്, അത് പിച്ച് ചീന്തുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ കടുത്ത കുറ്റമാണ്. ഇതേപോലെ ഭർത്താവ് ഭാര്യനെക്കുറിച്ച് വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൻ ലഹും ശുഹദാ ഇല്ലാ അൻഫുസുഹും ഫശഹാദത്തു അർബഇ ഷഹാദ വല്ലദീന യർമൂന അസ്വാജഹും, തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവർ, അവർക്ക് സാക്ഷികളില്ല. വലം യകുൻ ലഹും ശുഹദാ ഇല്ലാ അൻഫുസുഹും, അവരല്ലാതെ സാക്ഷികളൊന്നുമില്ല. ഒരാളെന്ത് ചെയ്ത് ഭാര്യനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അവർ മുലായന നടത്തി പിരിയാനാണ്. എന്താ മുലായന നടത്തി പിരിയാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നൊരാൾ അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തിട്ട് 4 തവണ സാക്ഷ്യം പറയണം. ഞാൻ പറയുന്നത് കളവാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എന്നിൽ വർഷിക്കട്ടെ എന്നത് 5ാമത് പറയണം. അവളും ഇവനോട് ഇവൻ്റെ സാക്ഷ്യത്തിന് പ്രതികരിക്കണം. അവൻ പറയുന്നത് കളവാണ്, അള്ളാഹുവിൽ സാക്ഷ്യം ചെയ്തവൾ പറയണം. അവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ അള്ളാഹിൻ്റെ ദേഷ്യം എന്നിൽ ഭവിക്കട്ടെ എന്ന് അവൾ പറയണം. എന്നിട്ട് അവരുടെ വിവാഹബന്ധം എന്നേക്കുമായി വേർപ്പെടുത്തണം. അതോടുകൂടി ഖലാസ് കഴിഞ്ഞ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവപ്പെട്ട രംഗാണത്. ഒരാൾ ഭാര്യനെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തുക എന്ന് പറഞ്ഞാൽ, ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷിയല്ലാതെ, ന്യായമല്ലാതെ, അന്യരെക്കുറിച്ച് പറയുന്നത് പോലെയല്ല ഭാര്യ ഭർത്താക്കന്മാർ. ഭർത്താവ് ഭാര്യനെക്കുറിച്ച് പറയൽ. അന്യരുടെ വിഷയത്തിലാണ് പറഞ്ഞത്, 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ 80 അടി. അവൻ്റെ സാക്ഷ്യം പിന്നെ ഒരിക്കലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവൻ ഫാസിഖ്, തമ്മാടിയാണ്. എന്നാൽ ഭർത്താവാണ് ഉന്നയിക്കുന്നത് എങ്കിൽ ഈ വിധിയല്ല. പിന്നെയോ ഭർത്താവാണ് ഉന്നയിക്കുന്നത് എങ്കിൽ ജനസമക്ഷത്തിൽ അവൻ 4 സാക്ഷ്യം പറയണം. ഞാൻ പറയുന്നത് സത്യമാണ്, ഇനി ഞാൻ പറയുന്നത് കളവാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എന്നിലുണ്ടാകട്ടെ. അവൾ അതിനോട് പ്രതികരിക്കണം. അവൻ കളവാണ് പറയുന്നത്, അവൻ പറയുന്നത് തെറ്റാണ്, വ്യാജാണ്. അവന് സത്യമാണ് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദേഷ്യം എന്നിലുണ്ടാകട്ടെ. എന്നേക്കുമായിട്ട് ആ ബന്ധം അവിടുന്ന് വെച്ച് മുറിയണം. പിന്നെ അത് കൂടാൻ പാടില്ല. ഇതാണ് അതിനുള്ള ശിക്ഷ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഫലം ഈ ഒരു ആരോപണത്തിനപ്പുറം പറഞ്ഞത്? അത് അഭിമാനം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഭിമാനത്തിൻ്റെ വിലയാണ്. ഇസ്ലാമിൽ ഏറെ പവിത്രമാണ് അഭിമാനം. അതുകൊണ്ട് തന്നെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന മാർഗേണയുള്ള രോഷം അത് ഓരോ വിശ്വാസിയുടെയും പ്രത്യേകതയാണ്. അഭിമാനം സംരക്ഷിക്കുന്നതിനുള്ള രോഷം എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ കീഴ്ഘടകങ്ങളായിട്ടുള്ള ഭാര്യയാകട്ടെ, മകളാകട്ടെ, പെങ്ങളാകട്ടെ, ഇവരൊക്കെ അവരുടെ അഭിമാനങ്ങൾ ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടുള്ളതല്ല. അഭിമാനം ഹനിക്കപ്പെടുന്ന രീതിയിലുള്ളതായ ഒരു പ്രവണത ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇസ്ലാമിൽ വിധിവിലക്കുകളെ നിശ്ചയിച്ചു. എന്തിന്? അഭിമാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. നമ്മൾ കേട്ടില്ല ഉദാഹരണങ്ങൾ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട യാത്രകൾ, സ്ത്രീകൾ പരപുരുഷന്മാരോട് ഒഴിഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഒരന്യപുരുഷനോടൊത്ത് ഒരു സ്ത്രീ ഒഴിഞ്ഞിരുന്നാൽ 3ാമനായി ശൈത്താൻ ഉണ്ടാകും. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ
ഇല്ലാ കാന ശൈത്താനു സാലിസഹുമ. ഒരു പുരുഷൻ ആണിനോട് തൊഴിഞ്ഞിരുന്നാൽ മൂന്നാമനായി ശൈത്താൻ ഉണ്ടാവും, അങ്ങനെ ഒഴിഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞ് അന്യർ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനെ വിരോധിച്ചു. അത് ഭർത്തൃ സഹോദരങ്ങളാണെങ്കിലും ശരി, ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്തൃ സഹോദരൻ വീട്ടിലേക്ക് പെണ്ണിൻ്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽഹമുൽ മൗത്ത് എന്നാണ്. ഭർത്തൃ സഹോദരങ്ങൾ നാശമാണ്, മരണമാണ് എന്ന് പറഞ്ഞ്. എന്താ? അതിനാൽ ഫിത്നകൾ വളരെ വലുതാണെന്നാണ് പറഞ്ഞത്. ശരിയാണത്. എത്രയെത്ര വളിച്ച യാഥാർത്ഥ്യങ്ങൾ പലരുടെയും വിഷയത്തിൽ കേൾക്കപ്പെടുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പറച്ചിലിൻ്റെ ഗൗരവം അത് എത്ര ആളുകളുടെ വിഷയത്തിൽ കേൾക്കപ്പെടുന്നു. യാത്രകൾ വരെ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നിർഭയത്വത്തിൻ്റെ യാത്രയാകണം. അതുകൊണ്ടാണ് മഹ്റം കൂടെ ഉണ്ടാകണം യാത്രയിൽ എന്ന് നിഷ്കർഷിക്കപ്പെട്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മഹ്റമിൻ്റെ സാന്നിധ്യം ഉള്ള രീതിയിലുള്ള നിർഭയത്തുണ്ട് എങ്കിൽ യാത്രയാകാമെന്ന്. ഹജ്ജിൻ്റെ യാത്ര വരെ, ഹജ്ജിൽ മഹ്റം ഷർത്താണ്. പല പണ്ഡിതന്മാരും പറഞ്ഞില്ലേ, മഹ്റം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു പുരുഷൻ സ്ത്രീയോടൊപ്പം ഹജ്ജിൽ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധനയായിട്ട് പറഞ്ഞത്. പല ഫുഖഹാക്കളും ആ ഒരു വീക്ഷണക്കാരാണ്, അതിൽ കണിശത പുലർത്തുന്നവരാണ്. പറഞ്ഞു വരുന്നത് എന്താ? അതൊക്കെ എന്തിനാ? ഹിജാബ് എന്തിനാ ശറഅാക്കപ്പെട്ടത്? ഹിജാബ് ശറഅാക്കപ്പെട്ടത് സ്ത്രീകളുടെ നഗ്നതകൾ, അലങ്കാരങ്ങൾ അത് പരപുരുഷന്മാരിൽ നിന്ന് മറക്കാനാണ്. സ്ത്രീകളുടെ സൗന്ദര്യങ്ങൾ വലാ യുബ്ദീന സീനതഹുൻ, അവരുടെ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. അലങ്കാരം മറക്കണം, അതേപോലെ തന്നെ അവരുടെ നഗ്നതയും മറക്കണം. ഔറത്തും സീനത്തും ഒന്നായിട്ട് മറക്കാനാണ് പർദ. അതിനാണ് അത് ശറഅാക്കിയത്. ഇന്ന് പർദക്ക് പർദ വേണ്ട അവസ്ഥയാണ്. പർദ തന്നെ അലങ്കാരമാണ്. അത് കാരണത്താൽ ഖതീബ് ഉണർത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്ത്രീകളോട് അല്ലാഹു പറയാണ്, വലാ യദ്രിബിന ബി അർജുലിഹിൻ ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ. എന്താ? വലാ യദ്രിബിന ബി അർജുലിഹിൻ, സ്ത്രീകൾ കാലിട്ടടിച്ച് നടക്കരുത്. എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവർ മറച്ച ഗോപ്യമാക്കിയ സൗന്ദര്യങ്ങൾ അറിയപ്പെടാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ കാലിട്ടടിച്ച് നടന്നാൽ നടത്തത്തിൽ അവളുടെ കാലടി ശബ്ദം കേട്ടാൽ പരപുരുഷന്മാരുടെ ശ്രദ്ധ വരും. കാലിൽ പാദസരങ്ങളോ മറ്റോ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിലുക്കം, അതേപോലെ തന്നെ അവളുടെ നടത്തത്താൽ അന്യർ വശീകരിക്കപ്പെടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്ത്രീകൾ അങ്ങനെ കാലിട്ടടിച്ച് നടക്കരുത് എന്ന് അല്ലാഹു പറയണം. അപ്പം അന്യരെ ആകർഷിക്കുന്ന വശീകരിക്കും വിധമുള്ള നടത്തം വരെ പെണ്ണിന് പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് അന്യരെ വശീകരിക്കും വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യരെ വശീകരിക്കാതിരിക്കാൻ നിശ്ചയിച്ചതായ പർദ വരെയുള്ളത്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ അവരുടെ ജിൽബാബുകൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുർക്കയാണ്, പർദയാണ്, അവർ അവരുടെ ശരീരത്തിൽ തൂക്കിയിടട്ടെ എന്ന് പറഞ്ഞു. ദാലിക അദ്നാ യുറഫ്ന ഫലാ യുദൈൻ, അവരാക്രമിക്കപ്പെടാതിരിക്കാൻ, അവർ അറിയപ്പെടാൻ, അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആക്രമിക്കപ്പെടാതിരിക്കുവാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കുവാൻ ശറഅാക്കപ്പെട്ട പർദ, ആ പർദക്ക് പർദ വേണ്ട അവസ്ഥ വന്നു. പല സ്ത്രീകളും പർദ ധരിച്ചപ്പോൾ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. കാരണം പർദ ഇടുങ്ങിയത് ഒരു സ്ത്രീ രൂപത്തിൽ പെയിൻ്റ് അടിച്ച മാതിരി, കറുത്ത പെയിൻ്റ് അടിച്ചായിരിക്കും പലപ്പോഴും പർദ. പിന്നെ പർദയിൽ അലങ്കാരങ്ങൾ ആളുകളെ ആകർഷിക്കും വിധം, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധി വിലക്കുകളെയും അവതരിപ്പിച്ചത് അഭിമാനങ്ങളെ സംരക്ഷിക്കുവാനാണ്. അഭിമാനങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകി, താക്കീതുകൾ നൽകി. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ?
സ്വന്തം വീടുകളിൽ നീചവൃത്തി സമ്മതിക്കുന്ന രക്ഷാധികാരിയാണ് ദയ്യൂസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം ഹറാമാക്കിയ, സ്വർഗം ഹറാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ദയ്യൂസ്. സ്വന്തം വീട്ടിൽ നീചവൃത്തി നിത്യമാക്കുന്നവൻ, അതിന് സമ്മതിക്കുന്നവൻ. ഇന്ന് നീചവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ത്രീ അവളുടെ ഔറത്ത് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ചില സ്ത്രീകൾ ഖതീബ് ഉണർത്തിയതുപോലെ അവളുടെ മാറ് പുറത്താണ്, തലമുടി പുറത്താണ്. വയറ് ഖതീബ് പറഞ്ഞില്ല, പക്ഷേ വയറ് പൊക്കിളടക്കം പുറത്താണ് പല സ്ത്രീകളും വസ്ത്രം ധരിച്ചാൽ. നമ്മുടെ നാടുകളിലൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ പല മുസ്ലിം നാമധാരികളിലും ഏറെയാണ്. സാരിയും ബ്ലൗസും ധരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഔറത്ത് മറയും ഒരു പെണ്ണിന്? അതും ഹൈന്ദവരെ അനുകരിച്ചുകൊണ്ടാണ് പലരിടത്തും വസ്ത്രധാരണം എങ്കിൽ അവരുടെ ഔറത്ത് എത്ര മറയും? അത്തരം വേഷവിധാനങ്ങൾക്ക് സമ്മതിക്കുന്ന ഗൃഹനാഥൻ അവനാണ് ദയ്യൂസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, 3 കൂട്ടർ അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഒന്ന് അൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന സന്താനം, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. 2 മുദ്മിനുൽ ഖംർ, മദ്യപാനി. 3 അദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫി അഹ്ലിഹിൽ ഖുബുസ്, സ്വന്തം വീട്ടിൽ നീചവൃത്തി സമ്മതിക്കുന്ന ഗൃഹനാഥൻ ദയ്യൂസ്. മറ്റൊരു റിവായത്തിൽ 3 കൂട്ടരെ വേറെ ഒരാളെ കൂടി ഇതിൽ വരും. ആ റിവായത്തിലുള്ളത് സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 കൂട്ടർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ തന്നെ. അൽ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന സന്താനം. 2 അൽ മർഅത്തുൽ മുതറജ്ജില, ആൺകോലം കെട്ടുന്ന പെണ്ണ്. ആൺകോലം കെട്ടുന്ന പെണ്ണ്, ആണുങ്ങളെ മാതിരി വർത്താനം, ആണുങ്ങളമായി ഇറങ്ങി പുറപ്പാട്, ആണുങ്ങളമായി വേഷം, ഇതൊക്കെ ഉള്ള സ്ത്രീകൾ. 3-മത്തേത് വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫി അഹ്ലിഹിൽ ഖുബുസ്, സ്വന്തം കുടുംബത്തിൽ നീചവൃത്തി സമ്മതിക്കുന്ന ഗൃഹനാഥൻ. അതിൻ്റെ ഉദാഹരണം ഈ വേഷം കെട്ടി പുറപ്പെടുന്ന സ്ത്രീകളുടെ മാത്രമല്ല, പിന്നെയോ വീടുകളിൽ ഇന്ന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവ. ദൃശ്യ മാധ്യമങ്ങൾ അത് ടി വിയായി, ടെലിവിഷനായി, അതേപോലെ തന്നെ ഇൻ്റർനെറ്റായി, മറ്റ് മീഡിയകൾ, അത് ശ്രവ്യമാധ്യമായാലും ദൃശ്യമാധ്യമായാലും അതിൽ വീട്ടിലുള്ള മെമ്പർമാർ കാണുന്നതെന്ത്, കേൾക്കുന്നതെന്ത്, അത് നീചമാണ് എങ്കിൽ, നിന്ദ്യമാണ് എങ്കിൽ അതിന് യാതൊരു പ്രശ്നമില്ലാത്ത തന്ത, അല്ലെങ്കിൽ അതിനൊരു പ്രശ്നമില്ലാത്ത ഗൃഹനാഥൻ, രക്ഷാധികാരി, അയാളാണ് ദയ്യൂസ്. മക്കളെങ്ങനെ നടന്നാലും, ഭാര്യ എങ്ങനെ നടന്നാലും, സ്ത്രീകൾ, വീട്ടിലുള്ളവർ, അവരെങ്ങനെ ആയാലും ഒരു കൂസലില്ലാത്ത ഗൃഹനാഥൻ, അവനാണ് ദയ്യൂസ്. അവനാണ് സ്വർഗം ഹറാം എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അവനാണ് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിലൊരു സങ്കോചമില്ലാത്തവനെ കുറിച്ചാണ് പറയുന്നത്. അതപ്പോൾ വാങ്ങിക്കൊടുക്കണോനോ, അതിന് വേദി തരപ്പെടുത്തണോനോ, അത് മക്കളെയും ഭാര്യനെയും വിളിച്ചിരുത്തിയിട്ടും ഉഷാറായിട്ട് കാണുന്ന ആസ്വദിക്കുന്നവനോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ലൗ റഅയ്തു മഅ ഇംറഅതി റജുലൻ ലദറബ്തുഹു ബിസ്സൈഫി മുസഫഹൻ ഔ കമാ ഖാൽ. എൻ്റെ ഭാര്യയോടൊപ്പം ഞാനൊരു അന്യനെ കണ്ടാൽ ഞാൻ അവനെ എൻ്റെ ഖഡ്ഗം കൊണ്ട്, വാളുകൊണ്ട് വെട്ടി നിലം പരിശാക്കും. ഒറ്റ വെട്ടിന് അവൻ്റെ കഥ കഴിക്കുന്ന അതിൻ്റെ അർത്ഥം. എൻ്റെ ഭാര്യൻ്റെ കൂടെ ഞാൻ ഒരു അന്യനെ കണ്ടാൽ ഞാൻ അവൻ്റെ വാളുകൊണ്ട് അവനെ ഞാൻ ഛേദിക്കും എന്ന് ഒരിക്കൽ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഈ സഅദിൻ്റെ വർത്തമാനം അത് തിരുസവിധത്തിലെത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തി.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതഅജബൂന മിൻ ഗൈറത്തി സഅദ്, സഅദിനുണ്ടായ ഈ അഭിമാന രോഷം അതിൽ നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടോ, അത്ഭുതമുണ്ടോ? എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്? തൻ്റെ ഭാര്യൻ്റെ അഭിമാനമാണ് ആ അന്യൻ പിച്ച് ചീന്ത, അല്ലെങ്കിൽ ആ അഭിമാനത്തിന് വില കൽപ്പിക്കാതെയാണ് അവന് കടന്നു വരിക. അതുകൊണ്ടാണല്ലോ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ആ അഭിമാന രോഷത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, വല്ലാഹി ഇന്നി ലഅഗ്യറു മിൻ സഅദിൻ, എനിക്ക് സഅദിനേക്കാൾ അഭിമാന രോഷമുണ്ട്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ രോഷമുള്ളവനാണ്. വലിദാ ഹറമല്ലാഹ് അൽ ഫവാഹിഷ്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീചവൃത്തികളെ നിഷിദ്ധമാക്കിയത്. രോഷം അള്ളാഹുവിനുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീചവൃത്തികളെ നിഷിദ്ധമാക്കിയത്. അള്ളാഹുവിൻ്റെ രോഷം ഇളകും, ദേഷ്യം ഇളകും എപ്പോൾ? ദാസന്മാർ അള്ളാഹു നിഷിദ്ധമാക്കിയ നീചവൃത്തികളെ കൈയാളുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ രോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഷം, അത് ഏത് വിഷയത്തിലാണ്? തങ്ങളുടെ കീഴിലുള്ളവരുടെ അഭിമാനങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിലാണ് ആ രോഷം. അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്, സവിശേഷതയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിലുള്ളതായ ഈ വികാരം അതവരെ ഭരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് ഈ ഖുത്ബയിൽ ശ്രവിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള സ്ത്രീജനങ്ങൾ വീട് വിട്ടിറങ്ങുമ്പോൾ അവരെങ്ങനെ ഇറങ്ങണം? വീട്ടിലുള്ളവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതായ വസ്ത്രങ്ങൾ അവരുടെ അഭിമാനങ്ങളെ സംരക്ഷിക്കുവാനും കാക്കുവാനും പര്യാപ്തമാണോ? അവരുടെ ഔറത്ത് മറക്കപ്പെടാൻ പര്യാപ്തമാണോ? ഇത് ആലോചിക്കേണ്ടതുണ്ട്. ഇതേപോലെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങൾ, വിശിഷ്യ ആധുനിക യുഗത്തിലെ ഈ ദൃശ്യ മാധ്യമങ്ങൾ, ഇതൊക്കെ വീട്ടിലുള്ളവരുടെ അഭിമാനങ്ങളെ കാക്കുന്നതാണോ അതല്ല പോക്കുന്നതാണോ? അത് വീടുകളിൽ അനിവാര്യതകളാണ് എങ്കിൽ അതിൻ്റെ ഉപയോഗം, അത് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നോട്ടവും അതിലൊരു സൂക്ഷ്മതയും രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കയറ് ഊരി വിടുന്ന സ്ഥിതിവിശേഷം പാടുള്ളതല്ല. യഥേഷ്ടം വിനിയോഗിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതിൽ മേൽനോട്ടവും അതേപോലെ തന്നെ അതിൽ സൂക്ഷ്മതയും അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇതാണ് നമ്മളിവിടെ ശ്രവിക്കേണ്ടത്. ജാഹിലിയത്തിൽ, ഇസ്ലാമില്ല, ജാഹിലിയത്തിൽ ഷിർക്കിൽ കഴിഞ്ഞിരുന്ന, അതേപോലെ തന്നെ തെറ്റുകൾ പ്രവർത്തിച്ചിരുന്ന ജാഹിലിയ അറബികളിൽ പലരും അവർക്ക് ഈ രോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. ഖതീബ് ഉണർത്തിയതുപോലെ ഒരാറാബിയെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? ആറാബി തൻ്റെ ഭാര്യനേറ്റ് പോകുമ്പോഴാണ് ഒരു പരപുരുഷൻ ഭാര്യനെ നോക്കുന്നത്, ഭാര്യനെ നോക്കി കണ്ണടിക്കണത്. ആറാബി എന്താ പറഞ്ഞത്? ആറാബി അവളോട് പറയാണ്, ഇൽഹഖി ബി അഹ്ലക്കി, കുടുംബത്തേക്ക് പോകാൻ പറയണേ, ഇജ്ജ് പോയിക്കോ, അന്നെ ഞാൻ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞു. എന്തേ? അയാൾ പ്രതികരിക്കുകയാണ് അവളോട്, ഇദാ വഖഅ ദുബാബു ഫീ ത്വആമി റഫഅതു യദി വനഫ്സി തശ്തഹീഹി വതജ്തനിബുൽ ഉസൂദു വുറൂദ മാഇൻ ഇദാ കാനൽ കിലാബു വലഗ്ന ഫീഹി. ഇദാ വഖഅ ദുബാബു ഫീ ത്വആമി, എൻ്റെ ഭക്ഷണത്തിൽ ഒരു ഈച്ച വന്ന് വീണാൽ റഫഅതു യദി വനഫ്സി തശ്തഹീഹി, ആ ഭക്ഷണം എനിക്ക് വേണം എന്ന് എൻ്റെ നഫ്സ് പറയണം. എൻ്റെ നഫ്സ് ഇച്ഛിക്കുന്ന ഭക്ഷണമാണ്, പക്ഷേ റഫഅതു യദി, ഞാൻ എൻ്റെ കൈ ഉയർത്തും, ഞാൻ തിന്നൂല. കാരണം എന്താ? ഒരു ഈച്ച വന്ന് എൻ്റെ ഭക്ഷണത്തിൽ വീണു, അത് കാരണത്താൽ മനസ്സിന് ഇച്ഛ ഉണ്ടെങ്കിലും പക്ഷേ ഞാൻ എൻ്റെ കൈ ഉയർത്തും. വതജ്തനിബുൽ ഉസൂദു വുറൂദ മാഇൻ ഇദാ കാനൽ കിലാബു വലഗ്ന ഫീഹി, വെള്ളത്തടാകത്തിൽ സിംഹങ്ങൾ വെള്ളം കുടിക്കാൻ വരുമല്ലോ, പക്ഷേ സിംഹങ്ങൾ ചിലപ്പോൾ വെള്ളത്തടാകത്തിലേക്ക് വരില്ല. എപ്പോൾ? ഇദാ കാനൽ കിലാബു വലഗ്ന ഫീഹി, പട്ടികൾ
ആ തടാകത്തിൽ വന്ന് തലയിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെള്ള തടാകത്തിൽ പട്ടികൾ തലയിട്ടാൽ സിംഹങ്ങൾ പിന്നെ അങ്ങോട്ട് അടുക്കൂല. ഇതാണ് വസ്തുത. അതുകൊണ്ട് നീയാകുന്ന എൻ്റെ ഭക്ഷണത്തിൽ ഈച്ച വീണു, നീയാകുന്ന തടാകത്തിൽ ഒരു പട്ടി വന്ന് തലയിട്ടു, അതുകൊണ്ട് നിനക്ക് പോകാമെന്നാണ് ആ പെണ്ണിനോട് ആറാബി പറഞ്ഞത്. അതും ജാഹിലിയത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആറാബി. എങ്കിൽ ഇസ്ലാം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ഇന്ന് നമ്മളെത്ര ചില അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണ്ടില്ലേ, അഭിമാന സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആ വിധിവിലക്കുകൾ അള്ളാഹു അവതരിപ്പിച്ച് ആദരിച്ച മുസൽമാന് എത്ര ഗീറത്തുണ്ടാകണം. അസൂനു ഇർദി ഫലാ ഉദന്നിസുഹു ലാ ബാറക്കല്ലാഹു ഫിൽ ദൂനൽ ഇർദി ഫിൽ മാലി എന്നാണ് കവി പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിമാനത്തെ കാക്കും, ഒരിക്കലും ഞാൻ അതിനെ മലിനപ്പെടുത്തൂല. അഭിമാനം പണയപ്പെടുത്തിയിട്ട് സമ്പത്ത്, അതിൽ അള്ളാഹു ഒരു അനുഗ്രഹം ചൊരിയാതിരിക്കട്ടെ എന്നാണ് കവി പാടിയത്. അഭിമാനം പണയപ്പെടുത്തിയിട്ട് പിന്നെ എന്തിനാ സ്വത്ത്? അഭിമാനത്തെ സംരക്ഷിക്കാനാണ് സ്വത്ത്. അതുകൊണ്ട് അഭിമാനം കാക്കുന്ന മാർഗേണ സ്വത്ത് വിനിയോഗിക്കണം. അത് സാധനങ്ങൾ വാങ്ങുമ്പോൾ, വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും. പല ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കണ്ടായി. ചില ആറാബികൾ, ജാഹിലിയത്തിൽ ചില ആറാബികൾ അവരുടെ വാഹനങ്ങൾ അറുത്തിരുന്നതാണ്. ഒട്ടകങ്ങളാണല്ലോ അന്നത്തെ വാഹനങ്ങൾ പ്രധാനമായും. അപ്പോൾ എന്തിനാണ് ഈ ഒട്ടകങ്ങളെ അറക്കണത്? തൻ്റെ ഭാര്യ സഞ്ചരിക്കുന്ന ഒട്ടകമാണ്, അതിൻ്റെ ഒട്ടകക്കട്ടിലൊക്കെ ഉള്ള അതാണ് ഹൗദജുള്ള ഒട്ടകങ്ങൾ. ആ ഒട്ടകത്തെ അറക്കാൻ കാരണം ഒരു അന്യൻ അതിമ്മ കയറിയതായിരിക്കും, ഒട്ടകത്തുമ്മ. അപ്പോൾ ഇയാളുടെ രോഷം ഇളകുകയാണ്, എൻ്റെ ഭാര്യ കയറിനോട് ഒട്ടകപ്പുറത്ത് നീ കയറണം. അങ്ങനെ ഒട്ടകത്തെ അർത്ഥ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതൊന്നും ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. ഏതായാലും നമ്മൾ ഖതീബ് ഉണർത്തിയതുപോലെ തന്നെ നമ്മളുടെ അഭിമാനങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ കീഴ്ഘടകങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ, അവരുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കുന്ന ആ വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണണം എന്നാണ് വസിയത്താണ് നമ്മൾ കേട്ടത്. നമ്മൾ ചില ഉദാഹരണങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അത് കുറ്റമറ്റതായി ഇമാം ഇബ്നു കസീർ മറ്റൊക്കെ വിധിച്ചിട്ടുണ്ട്. അതിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ടിറങ്ങുമ്പോൾ വീട് കുറ്റിയിട്ട് പൂട്ടി ആരും വരാത്ത രീതിയിലാണ് പോവുക. കാരണം തൻ്റെ ഭാര്യ വീട്ടിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ദാവൂദ് നബി നല്ല വീട് പൂട്ടിയിട്ടാണ് പോവുക, ഉറപ്പ് വരുത്തിയിട്ട്. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പതിവ്. ഒരിക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ എന്ത് ചെയ്ത്, വീട്ടിൽ നിന്ന് അറയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോണ്ട് വീട്ടിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ ഒരു അന്യപുരുഷൻ നിൽക്കണ്. അപ്പോൾ അവരാകെ സ്തബ്ധചിത്തയായി. അവർ പറഞ്ഞ്, ആരാണ് ദാവൂദ് സ്ഥലത്തില്ലാത്ത സമയത്ത്, വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത്? അവരൊച്ച വെച്ച്. മാത്രമല്ല, ദാവൂദ് വന്നാൽ ഇന്ന് നീ മാനം കെടും എന്ന് ആ സ്ത്രീ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, അയാൾക്ക് മുന്നറിയിപ്പ് നൽകി, ശക്തമായ താക്കീത് നൽകി. അങ്ങനെ ദാവൂദ് നബി അവർ കഥകടച്ചുള്ളിൽ പോയി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ വീട്ടിൻ്റെ അകത്തൊരു അന്യൻ. അപ്പോൾ ആര് നിനക്ക് പെർമിഷൻ നൽകി, ആരാണ് നീ എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അഭിമാന രോഷം ഇളകിയിട്ട് സംസാരിച്ചു. അപ്പോൾ ആഗതൻ, വീട്ടിനുള്ളിലുള്ള ആൾ പറയാണ്, ഞാൻ രാജാക്കന്മാരെ ഭയക്കാത്ത, ഒരാളും എന്നിൽ നിന്ന് രക്ഷപ്പെടാത്ത വ്യക്തിത്വമാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, മർഹബല്ലി മലക്കിൽ മൗത്ത്, മലക്കുൽ മൗത്തിന് സ്വാഗതം. അതാരാ? മലക്കുൽ മൗത്ത്. രാജാക്കന്മാരെ ഭയക്കാത്തത്, ഒരാളും രക്ഷപ്പെടാത്ത വ്യക്തി, അത് മലക്കുൽ മൗത്താണ്. അപ്പോൾ മലക്കുൽ മൗത്ത് മനുഷ്യരൂപത്തിൽ വന്നതാണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അവിടെ വെച്ച് തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സൂര്യൻ പിറ്റേന്ന് ഉയർന്നപ്പോഴും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം അവിടെ കിടക്കുകയാണ്, സൂര്യപ്രകാശം ഏറ്റി കിടക്കുകയാണ്. അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ വന്ന് പക്ഷികളെ വിളിച്ച് പക്ഷികളോട് ദാവൂദിന് മറയായി തണലായി നിൽക്കാൻ പറഞ്ഞ്, അങ്ങനെ പക്ഷികൾ സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തണൽ വിരിച്ച ചരിത്ര സംഭവം അത് സഹിഹായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് ആ സംഭവത്തിൻ്റെ തുടക്കത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രത്യേകതയാണ്, രോഷമാണ്. എന്തിനാണ് അദ്ദേഹം ചെയ്തത്? തൻ്റെ ഇണ, തൻ്റെ കീഴ്ഘടകം, അവൾ സുരക്ഷിതയായി ജീവിക്കണം എന്നുള്ളതായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ
ശ്രദ്ധിക്കണം എന്ന വസിയത്ത് ഒന്നുകൂടി ഇവിടെ ഉണർത്തുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ കേട്ടു. എന്താ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷത്രുൽ ജമാൽ, സൗന്ദര്യത്തിൻ്റെ പകുതി നൽകി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിൽ ആകാശാരോഹണം നടത്തുകയാണ്. ജെറുസലേമിൽ നിന്ന് 7 ആകാശങ്ങൾക്കുപരിയിലേക്കുള്ള ആ യാത്രയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ആകാശത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പകുതി സൗന്ദര്യം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ സുന്ദരനായിരുന്നു. അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള സൃഷ്ടിപ്പാണ്. അള്ളാഹു നേരിട്ട് റൂഹോദിയ ആദമാണ്. വളരെ സുന്ദരനായിരുന്നു ആദം നബി. ആദം നബിയുടെ പകുതി സൗന്ദര്യം അത് യൂസുഫിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സൗന്ദര്യം നൽകി ആദരിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കനാൻ ദേശത്തുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ തുടിതുടിപ്പിൽ അദ്ദേഹം ഈജിപ്തിലാണ്. ഈജിപ്തിൽ വിദേശിയായ യൂസുഫ് ഒരു വീട്ടിലെ ജോലിക്കാരനാണ്, ഭൃത്യനാണ്. സൗന്ദര്യത്തിൻ്റെ ഈ മികവിൽ, യൗവനത്തിൻ്റെ ഈ നിറവിൽ യൂസുഫ് ഒരു വീട്ടിലെ ജോലിക്കാരൻ. ആ വീട്ടിലാകട്ടെ ആ വീട്ടിലെ സ്ത്രീ മാത്രമേ ഉള്ളൂ, അസീസിൻ്റെ ഭാര്യ. അപ്പോൾ അസീസിൻ്റെ ഭാര്യ മാത്രമുള്ളൊരു വീട്ടിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജോലിക്കാരനാണ്, ഭൃത്യനാണ്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ പരീക്ഷണം, ആ സ്ത്രീ ആകട്ടെ യൂസുഫിൽ കണ്ണുവെച്ച് നടക്കുകയാണ്. അതാണ് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക്. അസീസിൻ്റെ ഭാര്യ റാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി. യൂസുഫിനെ ആഗ്രഹമല്ല, പക്ഷേ യൂസുഫ് ഏതൊരു വീട്ടിലാണോ ജോലി ചെയ്യുന്നത് ആ വീട്ടിലെ സ്ത്രീ യൂസുഫിനെ വശീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ്. ആ വീടിൻ്റെ കവാടങ്ങളൊക്കെ ആ സ്ത്രീ അടച്ചിടുകയാണ്, വാതിലൊക്കെ പൂട്ടുകയാണ്. വക്കാലത്ത്, എന്നിട്ട് സ്ത്രീ പറയാണ് ഹൈതലക്, വരൂ എന്ന്. ആലോചിച്ച് നോക്കി, എത്ര വലിയ പരീക്ഷണ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊരു അഭിമാനമാണ്. അസീസിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അസീസിൻ്റെ അഭിമാനമാണ്. അത് താനാൽ ഹനിക്കപ്പെടാൻ പാടുള്ളതല്ല, അത് സുരക്ഷിക്കപ്പെടേണ്ട ഒരു സ്വത്താണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം എന്താണ് ആ പെണ്ണിനോട്? ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സനു മസ്വായി. മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. എൻ്റെ താമസത്തെ നന്നാക്കിയ എൻ്റെ രക്ഷിതാവാകുന്നു അവൻ എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊരു തെറ്റ് വന്നാൽ അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, അദ്ദേഹം അത് വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ സാഹചര്യങ്ങളുടെ അവസ്ഥകൾ നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഒരു ഭൃത്യനാണ്, വീട്ടുജോലിയാണ്, അദ്ദേഹത്തെ വിളിക്കുകയാണ്, അവസരം ആ സ്ത്രീ ഒരുക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ വിദേശിയാണ്, സ്വദേശിയല്ല. പക്ഷേ എന്നിട്ടും ആ അഭിമാനം സംരക്ഷിക്കുന്ന മാർഗേണ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ രക്ഷ തേടി ആ പെണ്ണിൽ നിന്ന് ഓടുകയാണ്. അവൾ പിന്നാലെ ഓടുകയാണ്. ആ ഓട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസ്ത്രം വരെ പിന്നിൽ നിന്ന് കീറേണ്ടായി. ആ കീറാൻ മാത്രം അദ്ദേഹം ഓടണമെന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഊക്കിലുള്ള ഓട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണത്? അതിലൊരു ഭാഗം ഒരഭിമാനം സംരക്ഷിക്കുന്ന മാർഗേനയുള്ള ആ പ്രവാചക പുങ്കവൻ്റെ മനസ്സാണ്, മനസ്സിൻ്റെ വിശാലതയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുസൽമാൻ്റെ മേൽ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരു യുവാവ് വ്യഭിചാരണത്തിന് അനുവാദം ചോദിച്ചു വന്ന സംഭവം നമ്മൾ കേൾക്കണ്ടായി. ഒരു യുവാവ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഈദൻ ലി ബിസിന, എനിക്ക് വ്യഭിചരിക്കാൻ നിങ്ങൾ അനുവാദം തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാളുടെ വർത്താനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, അതഅ്ദനു ലഹു ബി ഉമ്മിക്, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ മറ്റൊരാൾ വ്യഭിചരിക്കാൻ നിങ്ങളത് സമ്മതിക്കും? അപ്പം അയാൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ റസൂല ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങളുടെ മകൾക്ക്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഒരിക്കലും അള്ളാഹുവിനെ സമ്മതിക്കൂല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
അപ്പോൾ നിങ്ങളുടെ സഹോദരിക്ക്, അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ റസൂലുള്ള ഓരോരുത്തർ പറയുന്നത് നിങ്ങളുടെ അമ്മായി, നിങ്ങളുടെ കുഞ്ഞാമ്മ, ഇവർക്കൊക്കെ നിങ്ങൾ അവരെ മറ്റൊരാൾ പ്രാപിക്കുന്നത് നിങ്ങൾ സമ്മതിക്കുമോ, ഇഷ്ടപ്പെടുമോ? അപ്പോൾ അയാൾ പറയണം അള്ളാഹുവിൻ്റെ റസൂലെ ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല, ഞാനത് ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, എങ്കിൽ ജനങ്ങളൊക്കെ അങ്ങനെയാണ്. ജനങ്ങളാരും അവരുടെ മാതാക്കൾ, മക്കൾ, ഇണകൾ, സഹോദരികൾ, അമ്മായിമാർ, കുഞ്ഞാമ്മമാർ അവർക്കൊന്നും മറ്റൊരാൾ അവരെ വ്യഭിചരിക്കൽ അവർ സമ്മതിക്കില്ല, അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ യുവാവ് പറയുകയാണെങ്കിൽ റസൂലെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും പവിത്ര ജീവിതത്തിന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹസിൻ ഖുലുഖഹു വതഹിർ ഫർജഹു വതഹിർ ഖൽബഹു വഹസിൻ ഫർജഹു. അല്ലാഹുവേ ഇയാളുടെ ലൈംഗിക അവയവത്തെ നീ പവിത്രമായി സൂക്ഷിക്കണമേ, ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, സ്വഭാവം നന്നാക്കണമേ. ഇതൊക്കെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അയാൾ പറയാണ് പിന്നീട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു വഴിതെറ്റിയ വികാരപൂരണത്തിന് ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ വേറെയും സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അഥവാ അഭിമാനങ്ങൾ സംരക്ഷിക്കുന്ന മാർഗേണ ഉള്ള ചരിത്ര സംഭവങ്ങൾ. ദുനിയാവിൽ നമ്മൾ അഭിമാനങ്ങളിൽ സുരക്ഷിതത്വമില്ലാത്ത ഒരു ജീവിതമാണ്, നടപടിയുമാണുള്ളത് എങ്കിൽ ദേഹേച്ഛകളെ നിയന്ത്രിക്കാത്തതിന്, ജഡികേച്ഛകളെ സംരക്ഷിക്കാത്തതിന് നമുക്ക് ആഖിറത്തിലുള്ള സുഖങ്ങൾ നഷ്ടമാകും, സ്വർഗം നഷ്ടമാകും എന്ന മുന്നറിയിപ്പാണ് നമ്മൾ അവസാനം കേട്ടത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. റബ്ബിൻ്റെ മഖാമിനെ ഭയന്നുകൊണ്ട് സ്വന്തത്തെ ജഡികേച്ഛകളിൽ നിന്നൊരാൾ തടഞ്ഞാൽ ഫൈനൽ ജന്നത ഹിയൽ മഅവ, സ്വർഗം അവർക്കാണ് അഭയമായിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഖാമിനെ നമ്മൾ ഭയക്കണം, എന്നിട്ട് നമ്മൾ ജഡികേച്ഛകളെ നിയന്ത്രിക്കണം. അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നിരീക്ഷകനായി മുകളിൽ നോക്കുകയാണ്. നമ്മളെ സദാ നിരീക്ഷിക്കുന്നവനും വീക്ഷിക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പടച്ചവൻ്റെ നോട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജഡികേച്ഛകളെ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ ജഡികേച്ഛകളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അവർക്കാണ് സ്വർഗവും സ്വർഗീയ സുഖങ്ങളും. ഫൈനൽ ജന്നത ഹിയൽ മഅവ. ജഡികേച്ഛകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ സ്വർഗവും സ്വർഗീയ സുഖങ്ങളും നമുക്ക് നിഷിദ്ധാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിചാരിച്ച്, അള്ളാഹുവിൻ്റെ സ്വർഗവും സ്വർഗീയ സുഖങ്ങളും വിചാരിച്ച് അതിനെല്ലാം കാക്കി ലക്ഷ്യമാക്കി നമ്മൾ അഭിമാനങ്ങളെ കാക്കണം, സംരക്ഷിക്കണം എന്ന വസീയത്താണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രീതിയും തൃപ്തിയും നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.